ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ബിന്ദു. ഞങ്ങളുടെ പപ്പ വർഗീസ്, മൂത്ത മകൻ ഷിനോസ്, രണ്ടാമത്തെ മകൻ ആഷിൽ, മൂന്നാമത്തെ മകൻ സാംസൺ. ഞങ്ങളുടെ പപ്പ ഉടമ്പടി എടുത്തത് മെയ് 20 ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയാണ്. ഞങ്ങളുടെ കുഞ്ഞിന് ആദ്യമായി അസുഖം വന്നത് മാർച്ച് 25 മോന് ഒരു പനിയുമില്ല, ഒന്നുമില്ല. ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ തലകറങ്ങി വീഴുകയായിരുന്നു. അടുത്ത വീട്ടിൽ അവർ വന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. ഞങ്ങളുടെ വീട് ഏങ്ങണ്ടിയൂരാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ അമലയിൽ പോയി ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു, EG ഒക്കെ എടുത്തു. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ച് 25 കഴിഞ്ഞ് 7 വീണ്ടും ഈ കൊച്ചിന് വീണ്ടും വീണു, തലയിൽ വലിയൊരു മുഴ. അങ്ങനെ ഞങ്ങൾ കൊച്ചിന് MRI എടുത്തു. കോയമ്പത്തൂർ പോയിട്ട് MRI എടുത്തത്. എൻ്റെ മോൻ കോയമ്പത്തൂരാണ് മൂത്ത മകൻ വർക്ക് ചെയ്യണത്. അവിടെ പോയി MRI എടുത്തു. MRIയിൽ ഒരു കുഴപ്പമില്ല ഉണ്ടെങ്കിൽ. അങ്ങനെ ഏപ്രിൽ 14 തൊട്ട് ഈ കൊച്ചിന് മരുന്ന് കഴിക്കാനോ കണ്ണ് തുറക്കാനോ പറ്റില്ല. ഈ ഫിക്സ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിന് ഉണരാൻ പോലും പറ്റില്ല. ഫിക്സ് വന്ന് കൊച്ച് വീണ്ടും 1.5 മണിക്കൂർ ഉറങ്ങി, കണ്ണ് തുറക്കുമ്പോഴേക്കും വീണ്ടും ഫിക്സ് വരാം. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് എറണാകുളം ഏറ്റവും പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിൽ തന്നെ മോനെ കാട്ടി 1 മാസത്തോളം അവിടെ ഞങ്ങൾ അഡ്മിഷൻ എടുക്കുകയും അവിടെ കിടന്ന് ചികിത്സിക്കുകയും അവിടെ എൻ്റെ അമ്മ ഫിക്സ് വന്ന് വീണ് മണിക്കൂറിന് 40,000 രൂപ വെച്ച് ഒരു സർജറി വലുത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ വളരെ വിഷമിച്ചു. അപ്പോഴും ഞങ്ങൾ ഈ കൃപാസനത്തെക്കുറിച്ച് ആരും പറയുകയോ എടുക്കുകയില്ല. ഡോക്ടർമാർ തന്നെ അത് മാറ്റുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഡോക്ടറെ ഈ രോഗത്തിന് ഇനി ചികിത്സയൊന്നുമില്ലേ ഡോക്ടറെ? എവിടെയാണെങ്കിലും ഞങ്ങൾക്കുണ്ടായി ഞങ്ങളുടെ കുഞ്ഞിനെ ചികിത്സിക്കാമെന്ന് പറഞ്ഞു. ഉടനെ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ഒരു ഫാദർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ലെറ്റർ തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ആംബുലൻസിൽ തന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ വന്ന് 16 ഞങ്ങൾ അമൃതയിൽ അഡ്മിഷൻ എടുത്തത്. അവിടെ ഞങ്ങൾ രാത്രി ഞങ്ങളെ EGയിലോട്ട് മാറ്റി. 24 മണിക്കൂർ ഫുൾ ടൈം ഞങ്ങൾ EGയിലിരുന്നു. പക്ഷേ കുഞ്ഞിന് ഒരു 8 മണിക്കൂറൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുട്ടിക്ക് ഫിക്സ് വരൽ മാത്രം, വേറൊരു പരിപാടിയില്ല. കുട്ടിയുടെ പേര് പറയാനോ കുട്ടിക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഡോക്ടർമാർ ICUവിൻ്റെ EGയുടെ റൂമിൽ തന്നെ ഇതിന് ട്യൂബിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പെട്ടെന്ന് ICUവിലേക്ക് മാറ്റി. ICUവിൽ ചെന്നപ്പോൾ ഈ കുട്ടിക്ക് മിണ്ടുവാനോ പറയുവാനോ സംസാരിക്കാനോ കാല് പൊക്കാനോ ഒന്നിനും ഒരു കഴിവില്ലാതെയായി. കുട്ടിയുടെ ബ്രെയിന് ബാധിച്ചു. അങ്ങനെ ഡോക്ടർ എന്നെയും പപ്പയെയും മൂത്ത മകനെയും വിളിച്ചു. മൂത്ത മകൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യണത്. അവനെയും കൂടെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, എന്നെക്കൊണ്ട് എനിക്ക് ഒന്നും ഇനി ചെയ്യാൻ പറ്റില്ല, എൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്, ഇനി നിങ്ങൾ ദൈവത്തോട് തന്നെ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊച്ചിനെ ICUവിലോട്ട് മാറ്റി. ഞങ്ങളോട് ഇത് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ ഞങ്ങൾ വിളിക്കുകയാണ്, വർഗീസേട്ടാ വേഗം വായോ, ഞാൻ അമൃത ഹോസ്പിറ്റലിൻ്റെ മുന്നിലേക്ക് തന്നെ വരാം. അവർ കാറും കൊണ്ടുവന്ന് ഉണ്ണീനെ വേഗം പപ്പേനെ വേഗം ഉടമ്പടി എടുക്കാൻ കൊണ്ടുപോയി. അതിൽ മുന്നേ ഞങ്ങളിവിടെ ഫോൺ വിളിക്കുകയും ഞങ്ങളുടെ ഒരു കസിൻ വരുമ്പോൾ പറയുകയെല്ലാം ചെയ്തു. പപ്പ വന്ന് 20 ഞങ്ങളുടെ മക്കളൊക്കെ വേളാങ്കണ്ണിയിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് മക്കൾ നേരെ എറണാകുളത്തേക്ക് അമൃതയിലേക്ക് വന്നു. ഞങ്ങൾ ഈ അമൃത ഹോസ്പിറ്റലിലേക്ക് ഒരാളെ പോലും വരത്തിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും ഒത്തിരി ഉണ്ടായിരുന്നു. നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ആരും വരണ്ടെന്ന് പറഞ്ഞ് ഞാനും പപ്പയും മൂത്ത മോൻ കുറച്ച് ദിവസം ലീവ് എടുത്ത് ഞങ്ങളുടെ കൂടെ നിന്നു. പപ്പ 20 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഫോൺ ഓൺ ചെയ്ത വശം എൻ്റെ മകൻ വിളിച്ചു, പപ്പേ ഉണ്ണി കയ്യും കാലൊക്കെ ഇട്ട് എനിക്ക് പപ്പേനെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പം തന്നെ അതിനൊരു എന്താ പറയുക, എൻ്റെ മോന് സൗഖ്യം കിട്ടി. അങ്ങനെ ഇവന് യൂറിൻ പോവാണ്ടും ഡോക്ടർ ഇങ്ങനെ ട്യൂബിട് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റണമെന്ന് വന്ന് പറയുമ്പോൾ പപ്പ വേഗം വന്ന് ഉടമ്പടി തൈലവന് പൂശി പ്രാർത്ഥിക്കുകയും പിന്നെ എൻ്റെ മോൻ ഷിനോസ് വന്ന് അവന് എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ച് ഡോക്ടർമാർ ട്യൂബ് ഇടാനായിട്ട് കൊച്ചിനെ അങ്ങനെ വേദന തിന്നും ഇപ്പോൾ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുമല്ലോ. അപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാവുന്ന അച്ഛന്മാരോടും ഞങ്ങളുടെ ഇടവകയിലൊക്കെ വിളിച്ച് പറഞ്ഞു, കൊച്ചിൻ്റെ നില വളരെ മോശമാണ്, അതുകൊണ്ട് എല്ലാവരും
പ്രാർത്ഥിക്കണം. ഞങ്ങൾ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മോന് മെയ് 20 ഫിക്സ് വന്നിട്ട് ഇന്ന് വരെ എൻ്റെ മോന് ഈ ഫിക്സ് എന്നൊരു സംഭവം ഇല്ല. അത്രയും ഹൈ ഡോസിലാണ് ഇവന് ആൻറ്റിബയോട്ടിക് കൊടുത്തു തുടങ്ങിയിരുന്നത്. ഇപ്പോൾ അവന് വളരെ കുഞ്ഞൊരു ഡോസ് മാത്രമാണ്. ഇവന് എല്ലാ ബുദ്ധിയുടെ ടെസ്റ്റും എല്ലാ കാര്യങ്ങളും ഡോക്ടർ ചെയ്യിപ്പിച്ചു. ഇവന് ഒരു കുഴപ്പവുമില്ല. എന്നും ഡോക്ടർ പറയും പ്രാർത്ഥന നിങ്ങളുടെ ഒപ്പം വേണം. ഞങ്ങൾ പറയും ഏറ്റവും കൂടുതൽ ഈ അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മോന് വേണ്ടി പ്രാർത്ഥിച്ചത്. അതുപോലെയുള്ള ഒത്തിരി നമുക്ക് സഹിക്കാൻ പറ്റാത്ത കുട്ടികളാണ് ഈ ഹോസ്പിറ്റലിൽ വലിച്ചു കൊണ്ട് നടക്കുകയാണ് ഈ ഫിക്സ് വന്ന കുട്ടികളുടെ ബുദ്ധി പോയിട്ട്. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും ഈ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കും. ഇവന് ഡോക്ടർ റൂമിയോ വെച്ചാൽ ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും. എൻ്റെ ദൈവമേ കുഞ്ഞിൻ്റെ മരുന്ന് കുറയ്ക്കണേ. ഞങ്ങളുടെ പപ്പ എല്ലാ മാസവും ഇവിടെ ഒന്ന് പത്രം വാങ്ങുകയും ഈ ഉടമ്പടി തൈലാമോ സ്കൂളിൽ പോകുകയാണെങ്കിൽ പോലും ഈ പ്രാർത്ഥന ചൊല്ലി ഇവന് ഈ കുട്ടികളെ കാണാണ്ട് കുറച്ച് ഈ സെപ്റ്റംബർ വരെ സ്കൂളിൽ പോയിണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളെ കാണാണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു ഭയങ്കര കുട്ടികളെ കാണുമ്പോൾ ഇത്തിരി കുറുമ്പാണ്. അപ്പോൾ പപ്പ പ്രാർത്ഥന പ്രതീക്ഷിക്കാറ് പ്രാർത്ഥനയും കുരിശു വരച്ചും ഞങ്ങൾ എവിടെ പോയാലും കൊച്ചിന് ചെറിയൊരു അസ്വസ്ഥത കുട്ടിക്ക് തോന്നിയാലും അവിടെ വേദന ഇവിടെ വേദന എന്ന് പറയുമ്പോഴേക്കും കുട്ടി പറയും അപ്പോൾ തൈലെടുക്ക് തൈലം വേഗം പൂശി വിശ്വാസപ്രമാണം ചെല്ലെന്ന് പറയും. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ കുറച്ച് ഉടമ്പടിക്കാർ കൂടി 60 പേർക്ക് ഭക്ഷണം ഒരു മാസം അവർക്കുള്ളത് കൊടുക്കും. ഞങ്ങൾ തന്നെ ചെന്ന് പാചകം ചെയ്ത് കൊടുക്കും. അത് അവിടെ അടുത്തുള്ള പാവങ്ങളുടെ എല്ലാ വീട്ടുകളിലും കൊണ്ടു കൊടുക്കും. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പത്രം വാങ്ങി കൊടുക്കും. പിന്നെ ഞങ്ങൾ ഒത്തിരി വിഷമുള്ള ആൾക്കാരെ കാണുമ്പോൾ പൈസ ഞങ്ങളെ കൊണ്ടാവുന്ന സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ മക്കൾക്ക് എക്സാം ആണെങ്കിൽ പോലും ഞങ്ങൾ ഈ ഉടമ്പടി തൈലം അവർ വീഡിയോ കോൾ ചെയ്ത് നിൽക്കും ആ എക്സാമിന് പോണ നേരത്തെ. അങ്ങനെ എൻ്റെ മോൻ PG ചെയ്യുന്നുണ്ട്. അവന് ഒത്തിരി ജോലിയും തിരക്കൊക്കെ ഉള്ള ആളാണ്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് PG ചെയ്യുന്നത്. അപ്പോൾ പപ്പ പറഞ്ഞു നീ എപ്പോഴും പറയും മമ്മി ചെയ്യണ്ടായിരുന്നില്ല PG എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയും. ഞങ്ങൾ എന്ത് ചെയ്യും? മോനോട് പറയും നീ വിടണ്ട, പപ്പ അമ്മോട് പ്രാർത്ഥിക്കണ്ടേ, നീ വിഷമിക്കണ്ട, നീ ആ പരീക്ഷയ്ക്ക് പോണ നേരമാകുമ്പോൾ എൻ്റെ മോൻ വന്നിട്ട് വീഡിയോ കോൾ ചെയ്യ്, വിശ്വാസപ്രമാണം ചൊല്ലി, പപ്പ ഈ പ്രാർത്ഥന ചൊല്ലി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും. രാവിലെ ഞാനും പപ്പിയും 5:30 എണീറ്റ് ഈ പ്രാർത്ഥന ഡെയിലി അനുദിന പ്രാർത്ഥനയും ഞങ്ങൾ ചെല്ലുകയും പപ്പേരൊപ്പം ഞാനും പ്രാർത്ഥിക്കും. ഡെയിലി പള്ളിയെ പോവും. പിന്നെ കൊന്തെത്തിക്കും. ഞങ്ങളുടെ പപ്പയ്ക്ക് എന്താ പറയുക, ഞങ്ങളുടെ മോനെ ദൈവം മാതാവ് ഇങ്ങോട്ട് തിരിച്ചു തന്നല്ലോ, അതിന് വേണ്ടി ഞങ്ങൾ എന്തു ത്യാഗം ചെയ്യാനുള്ള തയ്യാറാണ്. എനിക്ക് ഇഷ്ടംപോലെ മുടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ 2 ആഴ്ച മുന്നേ എൻ്റെ മോൻ അസുഖം വന്നതിൻ്റെ സാക്ഷിയായിട്ടാണ് ഈ തല മൊട്ടയടിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ വേറെ അസുഖം ആൾക്കാർ എന്നോട് ചോദിക്കും കീമോ ചെയ്തിട്ടാണോ? കീമോ ചെയ്തിട്ടല്ല, എൻ്റെ മോൻ്റെ അസുഖം അമ്മ മാതാവ് മാറ്റി തന്നതിൻ്റെ ഈ തെളിവായിട്ടാണ് ഞാൻ ഈ മുടി മൊട്ടയടിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ മക്കൾക്കും ഞങ്ങളുടെ മക്കളെ ഇവരിവിടെയൊന്നുമില്ല. ഒരാൾ പാലക്കാട്, ഒരു കോയമ്പത്തൂരാണ്. ഇവരെ ഞാൻ നിർബന്ധിച്ച് മക്കളെ ഉണ്ണിക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയാനല്ലേ എന്ന് പറഞ്ഞ് ഇവരെ ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പപ്പ ഈ തൈലെടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങളുടെ വണ്ടികളും ഞങ്ങൾ ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ. ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹം മാതാവ്. അതുപോലെ എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര തണ്ടൽ വേദനയാണ്. അമ്മച്ചിൻ്റെ തണ്ടലിലും ഈ തൈലം പൂശിയിട്ട് ഇവിടെ ഇപ്പോൾ അമ്മച്ചിനും കൂടി നടക്കാൻ വയ്യ. 3 മാസമായി മണൽക്കിഴി കെട്ടിയിട്ട് വീട്ടിൽ കിടക്കുന്ന അമ്മച്ചിനെ ഞങ്ങൾ തൈലം പുരട്ടി ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയാണ്. ഞാനൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യണേ. ഞാൻ ഈ പത്രം കൊണ്ട് ടീച്ചേഴ്സിന് കൊടുക്കും. എല്ലാ ദിവസവും ഈ ഡെയിലി അനുദിന പ്രാർത്ഥന എൻ്റെ ഫോണിലുള്ള മുഴുവൻ ഒത്തിരി നമ്മൾക്ക് അറിയുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. ഇത്രയും അനുഗ്രഹം തന്ന കൃപാസനം അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയാണ്. ഇതുവരെ എൻ്റെ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ അമ്മ മാതാവ് പപ്പ ഉടമ്പടി എടുത്ത നിമിഷം തന്നെ എൻ്റെ മോൻ്റെ എന്താ പറയുക സകല രോഗങ്ങളും എന്താ പറയുക വെന്റിലേറ്ററിലേക്ക് എടുത്ത മോനാണ്. തൊട്ടപ്പുറത്ത് വെന്റിലേറ്റർ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഡോക്ടർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ മോനെ ഞങ്ങൾക്ക് മാതാവ് തിരിച്ചു തന്നു. ഈ ഉടമ്പടിയുടെ ഒറ്റ വെളിച്ചത്തിലാണ് എൻ്റെ മോന് സൗഖ്യം കിട്ടിയെന്ന് ഞാൻ കോടാനുകൂടി നന്ദിയും അമ്മ മാതാവിന് നന്ദിയും തിരുകുമാരന് സ്തുതിയും പറഞ്ഞ്
നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. 2 സാമുവേൽ 22:7 കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. സാംസൺ വർഗീസും കുടുംബവും വളരെ സന്തോഷത്തോടും നന്ദിയോടും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. കുടുംബത്തിലെ ഇളയ മകന് സാധാരണ പോലെ തുടങ്ങിയ ചെറിയൊരു പനി, തലകറക്കം, അത് പിന്നീട് എന്തെന്നില്ലാത്ത വിധം ഗൗരവാവസ്ഥയിലേക്ക് മാറുന്നു. മരണക്കിടക്കയോളം രോഗമെത്തിക്കുന്നു. ഡോക്ടർമാർ പലരും പല ആശുപത്രികളിലും ഓരോരുത്തരും കണ്ട് മുന്നോട്ട് പോയിട്ട് ശരിയായ ചികിത്സ പോലും മകന് കൊടുക്കുവാനാവാത്ത വിധം കാണുന്ന ലക്ഷണങ്ങൾക്കുള്ള മരുന്ന് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയെത്തുന്നു. ഏറ്റവും ഗുരുതരമായ രോഗ അവസ്ഥയിലാണ് ബന്ധുവായൊരു വ്യക്തി കൃപാസനത്തെക്കുറിച്ച് ഈ കുടുംബത്തെ അറിയിക്കുകയും കുടുംബനാഥൻ തന്നെ ആ മകൻ മരണത്തോട് മല്ലടിക്കുന്ന നിമിഷങ്ങളിൽ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി കണ്ണീരോടുകൂടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് സഹോദരി പങ്കുവച്ചു. ഉടമ്പടി എടുത്ത് പുറത്തേക്കിറങ്ങി മൊബൈലൊന്ന് ഓൺ ചെയ്തപ്പോൾ ആദ്യം കേൾക്കുന്നത് ആ 2-3 ദിവസങ്ങളായി ഒരു അനക്കവുമില്ലാതെ കിടന്ന മകൻ കണ്ണ് തുറന്ന് കൈകാലുകൾ ചലിപ്പിച്ച് അപ്പായെ തിരക്കിയെന്ന. പ്രിയമുള്ളവരെ, കൃപാസനം സന്നിധിയിൽ വന്ന ആരൊക്കെ ഹൃദയം നുറങ്ങി വല്ലാതെ ജീവിതത്തിൽ മറ്റൊരാശ്രയമില്ലാതെ പ്രാർത്ഥിക്കുന്നുവോ അവർക്കൊക്കെയും ഇത് അനുഗ്രഹത്തിൻ്റെ സന്നിധാനമാണ്. എല്ലാ പ്രതീക്ഷകളും നശിക്കുമ്പോൾ, എല്ലാ ബന്ധങ്ങളും ഉപകാരപ്പെടാതെ വരുമ്പോൾ, എല്ലാ ആശകളും നമുക്ക് നിരാശയാകുമ്പോൾ, എല്ലാ വൈദ്യശാസ്ത്രവും കൈയൊടിയുമ്പോൾ, നമുക്ക് പുതിയ പ്രതീക്ഷയും പുതിയ സന്തോഷവും ജീവിതത്തിന് പുതിയ വെളിച്ചവും തരുവാൻ ഇവിടെ കൃപാസനം അമ്മ മാതാവ് വന്നെത്തിച്ചേരുന്ന ഓരോ മക്കളെയും തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവങ്ങൾ പകരുകയാണ്. സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. ഇവിടുന്ന് ഓടിച്ചെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുവാൻ വേണ്ടി പോയ മകന് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് മകനെ വീട്ടിലേക്ക് അയക്കുന്നു. മകൻ്റെ ബുദ്ധിശേഷിയും മറ്റ് കഴിവുകളുമൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി എടുത്തു നിന്ന നിസ്സാര മരുന്നുകൊണ്ട് മകന് യാതൊരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തിൽ ഇന്ന് ജീവിക്കുന്നതിന് നമ്മുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുന്നതിന് അമ്മ മാതാവ് മകനെ അനുവദിക്കുന്നു. ഇത് പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹ നാളുകളാണ്. ലോകത്തിന് മുഴുവനുമുള്ള സന്ദേശമായി ഏതൊരു ദുരന്തം വരുമ്പോഴും പ്രാർത്ഥന കൊണ്ടതിന് പരിചയമാകുവാൻ, സംരക്ഷണമേകുവാൻ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിന് സാധിക്കുമെന്ന് ലോകത്തോട് അരുളി ചെയ്തത് ഈ ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് ഈ ആലയത്തിലെത്തി അനുഭവം കിട്ടുന്നവർ വിളിച്ചു പറയുന്നു, ഇതാണ് സുവിശേഷം, ഇതാണ് ജീവിതമെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമുക്ക് പൂർണ്ണ മനസ്സോടുകൂടി നമുക്ക് വിശ്വസിക്കാം. ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പ് നേർച്ച വസ്തുക്കളും പൂർണ്ണ വിശ്വസ്തയോടുകൂടി വിശ്വാസത്തോടുകൂടി സൗഖ്യപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി പ്രശ്നം പരിഹരിക്കുമെന്ന നിശ്ചയത്തോടുകൂടി നമുക്ക് അവ ഉപയോഗിക്കുവാൻ പരിശ്രമിക്കാം. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാല പ്രാർത്ഥനയും നല്ല വിശ്വാസത്തോടെ നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ചെറിയ കാര്യങ്ങളാണ് നമ്മളോട് ഉടമ്പടി ജീവിതത്തിൽ ആവശ്യപ്പെടുന്നത്. വലിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, വലിയ പ്രതിസന്ധികൾ മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും. ഓർക്കണമേ, നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളോടും പ്രതിസന്ധികളോടും തുലനം ചെയ്യുമ്പോൾ ഈ ഉടമ്പടി ജീവിതത്തിൽ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന കാര്യങ്ങളുടെ ആ ഗൗരവം എത്രത്തോളമുണ്ട്. നിസ്സാരമായ ചെറിയ കാര്യങ്ങളോട് നമ്മൾ വിശ്വസ്തത പുലർത്തുമ്പോൾ വലിയ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി കാത്തുവെച്ചൊരുക്കി വെച്ചിരിക്കുന്നു, അനുഗ്രഹിച്ച് നമ്മളെ സഹായിക്കുന്നുവെന്ന്. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നല്ല ദൈവത്തിന്, വലിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല കരഘോഷത്തോടുകൂടി ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരൻ്റെ സന്നിധിയിലും നന്ദിയായി സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.